ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റെ 5-ാമത്തെ എപ്പിസോഡിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. രാവിലെ തന്നെ മോർണിംഗ് ഗാനം ആരംഭിച്ചു. മോർണിംഗ് ഗാനം കഴിഞ്ഞിട്ട് ജാസ്മിൻ ഗബ്രി പ്രണയം ഒരറ്റത്ത് നടക്കുമ്പോൾ രതീഷ് വന്ന് പറയുന്നുണ്ട് ഈ സ്ട്രാറ്റജി വർക്കാവില്ല എന്ന് ഗബ്രി ജോസിനോട് പറയുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ അത് ഏറ്റുപിടിക്കുകയും രതീഷിനോട് കയർക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും അവരുടെ ഒരു സ്ട്രാറ്റജി ലവ് സ്ട്രാറ്റജി ആയിട്ടാണ് കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുന്നത്. ഇനി എന്താണ് എന്നറിയില്ല. അഭിനയമായാലും ഒറിജിനലായാലും അതൊരു ലവ് ട്രാക്കിലേക്ക് പോവുകയാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാകും. അടുത്ത് വീണ്ടും ഇന്നലത്തെ പ്രശ്നത്തിൻ്റെ ബാക്കി ജാൻമണിയെ രതീഷ് കെട്ടിപ്പിടിച്ചതും അപ്പോൾ രതീഷ് പറഞ്ഞ കമൻറ്റും അതിന് ശേഷം സുരേഷ് മേനോനെ രതീഷ് കെട്ടിപ്പിടിച്ചു എന്നുള്ള പ്രശ്നവും വീണ്ടും ഉയർന്നു വരുന്നുണ്ട്. സുരേഷ് മേനോൻ മനസ്സുകൊണ്ട് പെണ്ണാണ്, എനിക്ക് പേടിയാവുന്നു എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഹൻസിബയോട് പറയുന്നുണ്ട്. അതുകൂടാതെ രതീഷ് പലപ്പോഴും പറഞ്ഞു നടക്കുന്നുണ്ട്, ക്യാമറകളിൽ പറയുന്നുണ്ട്. ആണാണെങ്കിൽ മനസ്സുകൊണ്ട് പെണ്ണാണ്, അയാളുടെ നോട്ടം അങ്ങനെയാണ്, നടക്കുന്നത് ഇങ്ങനെയാണ് എന്ന് സുരേഷ് മേനോൻ ഒരു ഗേ ആണെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് രതീഷ് സംസാരിക്കുന്നത്. പക്ഷേ ഈ രീതിയിലുള്ള ഒരു സംസാരം രതീഷിൻ്റെ ഭാഗത്ത് വന്നത് മോശമായിപ്പോയി. ആ പരാമർശം ഒഴിവാക്കാമായിരുന്നു. അത് രതീഷിന് തന്നെ വിനയായി മാറുകയാണ്. രതീഷ് വന്നിവിടെ കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടൻറ് സൃഷ്ടിച്ച് രതീഷ് തന്നെ വെട്ടിലാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇനി എന്താവും എന്ന് നാളെ ലാലേട്ടൻ വരുമ്പോൾ മനസ്സിലാക്കാൻ രതീഷ് അകത്താവുമോ പുറത്താകുമോ വാണിംഗ് കിട്ടുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നാളെ അറിയാൻ സാധിക്കും. ഹൻസിബ് ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്, അങ്ങനെ പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും അയാൾ അത് തന്നെ പറഞ്ഞു നടക്കുകയാണ്. സുരേഷ് മേനോൻ്റെ ഡയമണ്ട് റിംഗ് കാണാനില്ല എന്നതായിരുന്നു അടുത്ത പ്രശ്നം. സുരേഷ് ഓടി നടന്ന എല്ലാ പേരുടെയും ബാഗ് പരിശോധിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. എൻ്റെ ഭാര്യ തന്ന ഡയമണ്ട് റിംഗാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ടാസ്ക് ബിഗ് ബോസ് കൊടുത്ത ഒരു പ്രാങ്ക് ടാസ്ക് ആണെന്ന് പിന്നീട് പറയുന്നു. ഇത് സിജോയ്ക്കും ഒക്കെ ആ ഗ്രൂപ്പിലുള്ളവർക്ക്, അതായത് നെക്സ്റ്റ് ടീമിലുള്ളവർക്ക് അറിയാമായിരുന്നു എന്നും പിന്നീട് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ബാഗ് പരിശോധിക്കാൻ പോകുമ്പോൾ നോറ അതിനെ എതിർക്കുകയും അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് കിൻഡർ ഗാർട്ടനിലെ പിള്ളേരെ പോലെയാണ് അവിടുത്തെ കണ്ടസ്റ്റൻസിനെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ശരീരം കൊണ്ട് വളർന്നു എങ്കിലും കൊച്ചു കുട്ടികളുടെ ഒരു പ്ലേ പോലെയൊക്കെയാണ് ചില സമയത്ത് തോന്നുന്നത്. എന്തായാലും റിംഗ് പിന്നീട് കിട്ടി. അപ്പോഴാണ് CID രാംദാസ് പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ രഹസ്യമായി നിരീക്ഷിച്ചറിയിക്കുകയാണ്. തൻ്റെ ജോലിയെന്ന് CID രാംദാസ് അറിയിക്കുന്നു. ക്യാമറകളെ പറ്റിക്കാൻ സാധിച്ചാൽ പോലും CID രാംദാസിനെ പറ്റിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു രാംദാസ് പറഞ്ഞത്. സുരേഷിൻ്റെ മോതിരം കിട്ടിയോ എന്ന CID രാംദാസ്, അതായത് ലാലേട്ടനാണ് CID രാംദാസായി വരുന്നത്, കിട്ടി എന്ന് സുരേഷ് മേനോൻ പറയുകയും അപ്പോഴാണ് ബിഗ് ബോസ് കൊടുത്ത പ്രാങ്ക് ടാസ്ക് ആയിരുന്നു എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ റിവീൽ ചെയ്യുകയും ചെയ്യുന്നത്. അടുത്തത് പവർ റൂം ടാസ്ക്കാണ്. പവർ റൂമിൽ ഇന്നലെ മറ്റ് ടീമുകളോട് ജയിച്ച നെക്സ്റ്റ് ടീം പവർ ടീമിനോട് മത്സരിക്കുന്നതായിരുന്നു ഇന്നത്തെ ടാസ്ക്. അതായത് പവർ ടീമിലെ ഓരോരുത്തരെയും വിളിച്ച് അവരനങ്ങാതിരിക്കണം. അപ്പോൾ അവരെ റിയാക്ഷൻ ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക്. അതിൽ അമ്പേ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം നെക്സ്റ്റ് ടീം. പക്ഷേ അവരത് വേണ്ടവണ്ണം ഉപയോഗിച്ചില്ല എന്ന് വേണം കരുതാൻ. ഒരു പവർ ടീം ടാസ്ക് ആകുമ്പോൾ അത് ജയിക്കാൻ വേണ്ടി എന്ത് കളിയും, അതായത് അവർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിലുള്ള എന്ത് കളിയും ആവാമായിരുന്നു. പക്ഷേ അവർ ചിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ആക്ഷൻ കാണാൻ അവർ നോക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ടാസ്ക് പരാജയപ്പെടുമെന്ന് തുടക്കത്തിൽ തന്നെ മനസ്സിലായി. അങ്ങനെ ആ ടീമിൽ എന്തായാലും പവർ ടീം ആയി പഴയ ടീം തന്നെ നിലനിൽക്കുകയും ഇനി അടുത്ത ആഴ്ചയും ഈ പവർ ടീം തന്നെ തുടരുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ദയനീയത. ഇപ്പോൾ തന്നെ പവർ ടീമിനെ കൊണ്ട് ഈ ഒരാഴ്ച തന്നെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ജയിൽ ടാസ്ക്, ക്യാപ്റ്റൻസി ടാസ്കിൽ സിജോയും അപ്സരയും പിന്നെ ഒരാൾ ആരാണാവോ അപ്സരയും സിജോയും
തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ ഒരാളും കൂടി തിരഞ്ഞെടുക്കപ്പെട്ടു, ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ എന്തായാലും അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് അവരെ തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്തതായി നടന്നത് ജയിൽ ടാസ്ക്കാണ്. ജയിൽ ടാസ്കിലാണ് മേളം മുഴുവൻ നടന്നത്. എന്തായാലും അവിടെയും ഈ ജാൻമണി കേസും സുരേഷ് മേനോനെ രതീഷ് ഉമ്മ വച്ച കേസും ഒക്കെ പൊങ്ങി വരുന്നുണ്ട്. അത് എന്തായാലും അത് കുറേയൊക്കെ ചിലപ്പോൾ ഇവർ എക്സ്ട്രാ ഇട്ട കാര്യങ്ങളൊക്കെ ആവാം, എങ്കിലും അത് ചെയ്തു എന്നുള്ളതും അതിലെ ആ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കൽ ആയ പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗേ എന്ന പരാമർശം അല്ലെങ്കിൽ പെണ്ണിനെ പോലെയാണ് എന്നൊക്കെയുള്ള പരാമർശം രതീഷിൻ്റെ ഭാഗത്ത് നിന്നും വന്ന ഒരു വീഴ്ചയാണ്. അത് ഒരിക്കൽ പറഞ്ഞ് കളയുകയല്ല ഉണ്ടായത്, അവ ആവർത്തിച്ച് പറയുകയുണ്ടായി. അവസാനം സഹികെട്ട് ബിഗ് ബോസ് ഇടപെട്ടു. എല്ലാവരോടും മിണ്ടാതിരിക്കാൻ ശാസിക്കുന്നുണ്ട്. പക്ഷേ ആര് കേൾക്കുക, ഇത് ചന്തയാണോ എന്നൊക്കെ ബിഗ് ബോസ് കേൾക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ബിഗ് ബോസ് പ്രതികരിച്ച് കണ്ടു, അതിൽ വലിയ സന്തോഷം. ഇനി എന്തായാലും നാളെ ലാലേട്ടൻ വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. സിജോയെയും രതീഷിനെയും കൺഫെഷൻ റൂമിൽ വിളിക്കുകയും രതീഷിന് താക്കീത് നൽകുകയും ചെയ്തു. പക്ഷേ ഒരു കൺഫെഷൻ റൂമിൽ പോയിട്ട് പോലും രതീഷ് അങ്ങ് ആക്ടിങ് നടത്തുകയാണ്. ബിഗ് ബോസ് സഹികെട്ട് പറയുകയും ചെയ്തു, ഇത് കൺഫെഷൻ റൂമാണ്, ഇവിടെ ആക്ടിങ്ങിൻ്റെ ആവശ്യമില്ല എന്ന് രതീഷിനോട് പറയുന്നുണ്ട്. പക്ഷേ രതീഷ് എത്ര പറഞ്ഞാലും കേൾക്കാതെ രതീഷ് അങ്ങ് ചാടിക്കയറി അവിടെയും കണ്ടൻറ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ഇനി കണ്ടൻറ് ഉണ്ടാക്കാനുള്ള ശ്രമമല്ലേ അതോ യഥാർത്ഥത്തിൽ രതീഷ് ഇങ്ങനെയാണോ എനിക്കറിയില്ല. എന്തായാലും ഇത്തിരി ഓവറാണെന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല. വന്നങ്ങോട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കാല് വെച്ചപ്പോൾ തുടങ്ങിയ ബഹളമാണ്, ശബ്ദം അടിച്ചു പോയി. എന്നിട്ടും നിർത്താതെ ഇങ്ങനെ 4-5 ദിവസവും രതീഷ് അത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ അതിൻ്റെ ലെങ്തിനല്പം കുറവിന്നും ഇന്നലെയും ഉണ്ടായി എന്നുള്ളതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ രതീഷ് ആദ്യം വന്നതുപോലെ തന്നെ സഹികെട്ട് ബിഗ് ബോസ് തന്നെ പറഞ്ഞ് ഇങ്ങനെയാണെങ്കിൽ പിടിച്ച് പുറത്താക്കും എന്ന് പറയുകയും വാണിംഗ് നൽകുകയും ഉണ്ടായി. രതീഷ് കൺഫെഷൻ റൂമിൽ പറയുന്നുണ്ട്, ഞാൻ പോകാൻ തയ്യാറാണ് ബിഗ് ബോസ്, ഞാൻ പോകാൻ തയ്യാറാണ്, ഇവിടെ നിൽക്കാൻ വയ്യാന്ന്. അന്ന് 4 ദിവസം ആവും മുമ്പേ ഞാൻ പോകാനാണ് ബിഗ് ബോസ് എന്ന് പറയാനാണെങ്കിൽ എന്തിനാണ് ഇങ്ങ് അകത്തോട്ട് വന്നത്? അപ്പോൾ അവിടെ ആദ്യം ചെയ്യേണ്ടത്, ഒരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസിൽ കയറിയാൽ ആദ്യം ചെയ്യേണ്ടത് അവിടെ പിടിച്ചു നിൽക്കാനുള്ള തന്ത്രങ്ങൾ പയറ്റുകയാണ്. അല്ലാതെ വന്ന പാടെ ഇവിടെ കുറേ ബഹളവും ആരവവും ഒക്കെ ഉണ്ടാക്കി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കടന്നു കയറാമെന്ന് വെച്ചാൽ പ്രേക്ഷകരെന്താ അത്രയ്ക്ക് വിഡ്ഢികളാണോ ഇങ്ങനെ ബഹളം വയ്ക്കുന്നവരെ എല്ലാം സ്വീകരിക്കാൻ? ബഹളം വയ്ക്കുന്നതിലും ഒരു ന്യായം വേണ്ടേ, ഒരു എത്തിക്സ് വേണ്ടേ? അല്ലാതെ ചുമ്മാ ബഹളം വയ്ക്കാൻ വേണ്ടി ബഹളം വെച്ചാൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടും എന്നുള്ള ധാരണ മിഥ്യാധാരണയാണ്. ആ ഒരു ധാരണയിലാണെന്ന് തോന്നുന്നു. രതീഷ് വന്ന ഉടനെ ബഹളം തുടങ്ങി, കണ്ടൻറ്റ് ശരി, കണ്ടൻറ്റ് കിട്ടുന്നുണ്ട്. നല്ലതായാലും ചീത്തയായാലും ബോറിംഗ് ആയാലും കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. ബിഗ് ബോസ് ബഹളമയമാണ്. പ്രൊമോയിൽ മൊത്തം രതീഷാണ്, പ്രൊമോയിൽ രതീഷാണ്, എപ്പിസോഡിൽ രതീഷാണ്, എല്ലാം രതീഷ് തന്നെ. പക്ഷേ ഈ സ്വഭാവവും ഈ ആറ്റിറ്റ്യൂഡും വെച്ചുകൊണ്ട് എത്ര നാൾ രതീഷിന് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ ഒരു വാണിംഗ് നൽകി അകത്താക്കിയേക്കാം രതീഷിനെ, പുറത്താക്കാതെ തന്നെ അകത്ത് തന്നെ നിർത്തിയിരുന്നാലും ആദ്യത്തെ ആഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ വീക്കിൽ സംഭവിച്ച പിഴ എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ രതീഷിന് വാണിംഗ് കിട്ടി രതീഷ് അകത്ത് തന്നെ നിന്നേക്കാം. പോയില്ലെന്ന് വിചാരിച്ചാലും രതീഷിൻ്റെ ഈ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ രതീഷിൻ്റെ ഗതി വീണ്ടും ഇത് തന്നെ. എത്ര ദിവസം പോകും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് രതീഷ് ഇങ്ങനെ ഓവർ ആക്ടിങ് കാണിച്ചു നിന്നാൽ രതീഷിന് വീട്ടിൽ പോയിരിക്കാം. എന്ത് പറഞ്ഞാലും ഉടനെ ഞാൻ പൊയ്ക്കാളെന്നും പറഞ്ഞ് ബാഗ് വാരി പൂട്ടിക്കെട്ടാനാണെങ്കിൽ അകത്തേക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നല്ലോ. വേറെ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റിന് കിട്ടേണ്ട ഒരു സ്ഥാനമാണ്, ഒരാൾക്ക് കിട്ടേണ്ട ഒരവസരം നമുക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ അവരത് മാക്സിമം വിനിയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമ്മൾ കാരണം മറ്റൊരാളുടെ അവസരം നഷ്ടപ്പെട്ടു. എന്നിട്ടാണ് നമ്മളവിടെ ഒരു കണ്ടസ്റ്റൻ്റായി കയറിയത്. 19 കണ്ടസ്റ്റൻസ് അവിടെ വേണം എന്നുള്ളപ്പോൾ ഒരു കണ്ടസ്റ്റൻറ്റിനെ രതീഷിനെ എടുത്തു എങ്കിൽ അവിടെ മറ്റൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ അവസരം നിഷേധിക്കുകയാണ് ചെയ്തത്. ആ അവസരത്തിലാണ് രതീഷ് വന്നു കയറിയത്. അപ്പോൾ രതീഷ് ചെയ്യേണ്ടത് അവിടെ മാക്സിമം പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ മറ്റൊരാളുടെ അവസരം കളഞ്ഞിട്ട് വന്ന് കയറി നിന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ ഞാൻ ബിഗ് ബോസ് എന്നും പറഞ്ഞ് പെട്ടേം കിടക്കുകയും എടുത്ത് പോവുക എന്നുള്ളത് ഒരു കണ്ടസ്റ്റൻസിനും ചേർന്നതല്ല. എന്തായാലും ഒരു വീക്ക് കഴിയുമ്പോൾ ഒരാളെ പ്രേക്ഷകർ പുറത്താക്കും. എന്നാലും വന്ന ഉടനെ ഞാൻ പോകുന്നു എന്ന് പറയാൻ വേണ്ടിയാണെങ്കിൽ ഇത്രയും ബഹളം വയ്ക്കേണ്ട കാര്യം എന്താണ്? ആ വീട്ടിൽ ഒരാഴ്ചയെങ്കിലും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുകൂടെ? എന്തായാലും രതീഷിൻ്റെ ബിഗ് ബോസിലെ ഭാവി അത്ര ശാശ്വതമാണ് എന്ന്
ഈ രതീഷിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തോന്നുന്നില്ല. അതുകൊണ്ട് എന്തായാലും രതീഷിനെ കുറിച്ച് പറയാനേ സമയമുള്ളൂ എല്ലാവർക്കും. നല്ലതായാലും ചീത്തയായാലും ഇപ്പോൾ റിവ്യൂസ് ആയാലും പ്രൊമോയിലായാലും രതീഷാണ് നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ഇത് നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്നു എങ്കിൽ രതീഷിന് ഏതറ്റം വരെ പോകാമായിരുന്നു. പ്രേക്ഷകരുടെ ഹൃദയത്തിൽ കയറി പറ്റാമായിരുന്നു. പ്രേക്ഷകർ ഇഷ്ടപ്പെടുമായിരുന്നു. ഇപ്പോഴും രതീഷിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. രതീഷിൻ്റെ കോമഡിയും തമാശകളും ഒക്കെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ധാരാളമുണ്ട്. പക്ഷേ ഇതെല്ലാം ഓവറായി പോയി എന്നുള്ളതാണ് രതീഷിന് പറ്റിയ പാളിച്ച. പിന്നെ മറ്റുള്ളവർക്കൊന്നും അതിൽ ഒന്നും ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിൽ രതീഷിനെ പിന്തുണയ്ക്കാൻ പോലും പറ്റാത്ത തരത്തിലാണ് രതീഷിൻ്റെ ഓവർ ആക്ടിങ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ബിഗ് ബോസും സഹികെട്ട് പറഞ്ഞു തുടങ്ങി എന്നാണ് തോന്നുന്നത്. ഇനി നാളെ ലാലേട്ടൻ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? രതീഷിനെ പുറത്താക്കുമോ അതോ വാണിംഗ് നൽകി അകത്താക്കുമോ? നമുക്ക് നാളത്തെ എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്തിരുന്ന് കാണേണ്ടതാണത്. പക്ഷേ പുറത്താക്കിയാൽ പോലും അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഒരു കമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനെ എടുത്തു പറഞ്ഞ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഏത് രീതിയിലും വളച്ചൊടിക്കപ്പെടാം. അതിൻ്റെ ഒരു ഭവിഷ്യത്ത് രതീഷ് അറിയാതെയാണോ അറിഞ്ഞുകൊണ്ടാണോ ഈ പറയുന്നത് എന്നുള്ള കാര്യം പ്രസക്തമല്ല. സത്യത്തിൽ അതൊരു പ്രസക്തമല്ല. എന്തുകൊണ്ടാണ്, അറിയാമോ അറിഞ്ഞുകൂടെ എന്നുള്ള കാര്യമേ പ്രസക്തമല്ല. അത് ഏത് രീതിയിലും കേൾവിക്കാർക്ക് വളച്ചൊടിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ രതീഷിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. രതീഷിനെ പുറത്താക്കിയാലും അതിൽ തെറ്റ് പറയാൻ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഇപ്പോൾ രതീഷും ജിൻഡോയും ജയിലിൽ പോയി കിടപ്പുണ്ട്. ഇനി അവിടെ എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത് എന്നറിയില്ല. എന്തായാലും ബിഗ് ബോസിൻ്റെ വാണിംഗ് ലഭിച്ചത് കൊണ്ട് തന്നെ രതീഷ് ജയിലിൽ നല്ലൊരു കുട്ടിയായി, മര്യാദ കുട്ടിയായി കിടക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വലിയ ബഹളങ്ങളൊന്നുമില്ല എങ്കിലും എല്ലാ പേരെയും അതിനകത്ത് കിടന്നും കുറ്റം പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട്. കുറ്റം പറയുന്നതൊക്കെ പോട്ടെ, അതൊക്കെ ബിഗ് ബോസ് ഷോയുടെ ഭാഗമാണ്. ബഹളവും അതിൻ്റെ ഭാഗമാണ്, അടിയും ഭാഗമാണ്. പക്ഷേ അത് മാത്രമാണ് ബിഗ് ബോസ് എന്ന് കരുതുന്നിടത്താണ് രതീഷിൻ്റെ ഫോൾട്ട്. എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. നാളെ ലാലേട്ടൻ്റെ എപ്പിസോഡിനായി കാത്തിരിക്കുന്നു. ആ എപ്പിസോഡിൻ്റെ റിവ്യൂവിനായി നിങ്ങൾ ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. രതീഷ് ഔട്ടാകുമോ ഇല്ലയോ? നിങ്ങൾ തന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.